പിന്നെ അതിനുശേഷം കുഞ്ഞിക്കൂനൊക്കെ ചെന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെഫറൻസ് എടുക്കേണ്ടി 5-6 മാസം അതിന്റെ പുറകെ പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ വേറെയാണ്. ശരിക്കും 5-6 കുറച്ച് കൂനൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ കുഴപ്പമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പോയിട്ട് വളരെ സീരിയസ് ആയിട്ട് നോക്കിയാണ് പിന്നെ നമ്മളൊരു രൂപം സ്കെച്ച് ചെയ്യുന്നത്. ആ സ്കെച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കും, നടന്ന് ഇരുന്ന്. അപ്പൊ അതിന്റെ മാക്സിമം അതിന്റെ പുറകെ നമ്മൾ പോകാൻ ശ്രമിക്കാറുണ്ട്. കുഞ്ഞിക്കൂനും ശരിക്കും പല വിഗുകൾ കാര്യങ്ങൾ വെച്ച് നോക്കി അവസാനം ഡ്യൂപ്പ് ചെയ്യാമെന്നൊരു വിഗ് എടുത്ത് വെച്ചപ്പോഴാണ് കറക്റ്റ് ആയത്. പിന്നെ ചെരുപ്പ് അതുപോലെ തന്നെ തേഞ്ഞ പോലത്തെ ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. അത് കുറെ നാൾ പിന്നെ വീട്ടിലൊക്കെ വെച്ച് ആ പല്ലൊക്കെ വെച്ച് കുറെ നാൾ നടന്നിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പല്ല് വെച്ചിട്ട് സംസാരിക്കാനുള്ളൊരു ശീലത്തിന് വേണ്ടിയിട്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂനിന്റെ ക്യാരക്ടർ വരുമ്പോ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ആ ക്യാരക്ടറിൽ ദിലീപ് എന്ന് പറയുന്ന ഒരാളുണ്ടാവാൻ പാടില്ല. എന്തേലും ആവശ്യമില്ല വിളിച്ചാൽ മതി. പിന്നെ സന്ധ്യ കഴിഞ്ഞ കുട്ടിയെ പുറത്തേക്ക് ഇറക്കണ്ട. ഈ കോളനി അത്ര ശരിയല്ല. അതുകൊണ്ടാ എന്ന് ചെമ്പം പേടിക്കൊന്നും വേണ്ട. തൊട്ട് മുമ്പിലെ പേരെ തന്നെ ഞാനുണ്ട്. എന്തിനു വന്നു ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒരുത്തനോട് തല വെക്കില്ല. ധൈര്യമായിട്ട് ഇരുന്നോളൂ. ആരടാ അവിടെ? അവിടെ ആരുമില്ല, നിന്റെ നിഴലാത്. നിഴലായാലെന്താ? ചോദിക്കാതെ ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവനൊക്കെ തലകറി നിരങ്ങും. എന്റെ ഒരു കാര്യം, എന്റെ നിഴലിന് ജുറാസി പാർക്കിന്റെ ഷായ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ. ഒരു പണിക്കും പോവാണ്ട്. രാത്രിയിൽ ഇരുന്ന് ഉറക്കൂലേ? മുമ്പിൽ നിന്ന് മാറിക്കട, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടി പഴയ വലിച്ചറിയും. പിന്നെ ആ സിനിമ കണ്ടപ്പോഴാണ് ഇപ്പോൾ ബാലേന്ദ്ര സാറും അതുപോലെ ഭാരതിരാജ അവരൊക്കെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അവരാദ്യം വിശ്വസിച്ചില്ല. ആ സിനിമയിൽ അഭിനയിച്ച മറ്റേ ക്യാരക്ടറും മറ്റേ കുറച്ച് ആൻറ്റീറായിട്ടുള്ള ക്യാരക്ടറും കുഞ്ഞിക്കൂനൻ്റെ ക്യാരക്ടറും. അപ്പം നമുക്കൊക്കെ അങ്ങനെ ഒരു ടെക്നീഷ്യൻസ് വിളിച്ച് പറയുമ്പോൾ കിട്ടുന്നൊരു ഭയങ്കര വലിയ സന്തോഷമാണ്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വെറുതെ അല്ലടോ ദൈവം തന്നെ ഇങ്ങനെ ആക്കിയത്. ഒന്ന് നിവർന്ന് നടക്കാൻ ശേഷം ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ ലോകം തന്നെ മറച്ചു വെച്ചനെ. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബൈക്കിലോ? ഞാൻ ആദ്യമായിട്ടാ ബൈക്കിൽ യാത്ര ചെയ്യുന്നേ. കാർ ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ ഇതും കൂടി കൂട്ടിയിട്ട് ആദ്യമായിട്ടാ. ഞാൻ വേണമെങ്കിൽ ഓണക്കടിച്ച് തരാട്ടോ. വേണ്ട, മൊരടൻ. പിന്നെ അതുപോലെ സ്ട്രെയിൻ ചെയ്ത് നമ്മളിതുപോലെ ഫോളോ അപ്പ് നടത്തി പോയത് വേറെ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. തിളക്കത്തിലെ വട്ടനായിട്ടുള്ള ആക്ച്വലി ആദ്യത്തെ ദിവസം തന്നെ ജയരാജൻ എനിക്ക് തന്ന ഡ്രസ്സ് ശരിക്കും ടീഷർട്ടും ജീൻസും ആയിരുന്നു. ടീഷർട്ട് ജീൻസ് ഇട്ടപ്പോൾ കാരണം ഞാനത് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്, ചിലപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിട്ടിട്ട് എനിക്ക് അവരിപ്പോൾ ആ ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അവസാനം പറഞ്ഞ് എനിക്ക് ബർമൂഡ, കാരണം ഞാൻ ബർമൂഡ അങ്ങനെ ഉപയോഗിക്കാറില്ല. ബർമൂഡ പോലത്തെ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. പറഞ്ഞിട്ടില്ലേ ആരാ വന്നേക്കണേ നോക്കണേ. ചാന്തുപൊട്ടി ചെയ്യുന്ന സമയത്ത് ഒരു ഷർട്ട് അതില് ഉപയോഗിക്കുന്നത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഷർട്ട്, ബീച്ച് ഷർട്ട് പോലത്തെ ഷർട്ടുകളൊക്കെ ഭയങ്കര ലൂസായിട്ട് കിടക്കും. ആ ഷർട്ടിന് വരെ ഇത്തിരി സ്റ്റിഫായിട്ടൊരു ഷർട്ട് കൊടുക്കും. പിന്നെ രാധ എന്ന് പറഞ്ഞ സാധനം ശരീരത്തിലില്ല. കാരണം ഈ ഷർട്ട് അങ്ങനെ അവസാനം പറഞ്ഞു ഈ ഷർട്ട് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഷർട്ട് മാറ്റി ഞാൻ പറഞ്ഞു ആ ആദ്യത്തെ ഷർട്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കറക്റ്റായി. അത് ഏത് സീനെന്നെങ്കിലും ഞാൻ പാട്ടെടുക്കുമ്പോൾ ബിജു മേനോനെ ചവിട്ടിയിട്ട് വിടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിന്റെ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഈ ഡ്രസ്സാണ് കോപ്പട. ചാന്തുപൊട്ട് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ശരിക്കും സ്പീഡ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്തത്. അന്ന് രണ്ട് എക്സ്ട്രീമിലേക്ക് വന്ന ക്യാരക്ടേഴ്സാണ്. ഒന്ന് ഫെമിനിൻ ടച്ച് ഉള്ളതാണ്, ഒന്ന് മാൻലിയാണ്. ഇയാൾ ഒരു അത്ലറ്റ് കൂടിയാണ്. അപ്പൊ ഇയാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളെല്ലാം വേറെയാണ്.
അത് ശരിക്കും സ്പീഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോയിട്ട് ഓട്ടവും കാര്യങ്ങളും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമയിൽ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിലും അതിന് മുമ്പുള്ള ഓട്ടങ്ങളൊക്കെ ഓടാൻ കിട്ടിയത് നാഷണലും സ്റ്റേറ്റിലും ഓടുന്ന ആളുകൾ അവരുടെ കൂടെ എനിക്ക് ഓടേണ്ടി വന്നത്. ആവേശത്തിൽ കയറി ഏറ്റെടുത്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അത്ലറ്റ് ഓട്ടക്കാരെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമയിലൊക്കെ അടുത്ത് തുടങ്ങിയപ്പോഴാണ് അത്ലറ്റുകളുടെ കൂടെ അവരുടെ സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ കാലിടിക്കാൻ തുടങ്ങിയത്, ചങ്കിടിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വെച്ച് ചാന്തുവട്ടാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കിയത്. പക്ഷെ അതിനേക്കാൾ ടെൻഷനായി. കാരണം ഇയാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടൊരു ഓട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ക്ലൈമാക്സ് 10-20 മിനിറ്റ് ഉണ്ട്. 10-12 ദിവസം എനിക്ക് ഓട്ടം തന്നെയായിരുന്നു. ഇത് തിളക്കത്തില് സംഭവിച്ച സമയത്ത് ഇപ്പോഴെങ്കിലും നമുക്ക് നമ്മളുടെ പ്രായവും ഞാൻ തിലക്കം ചേരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളൊക്കെ ജനിച്ച സമയം 3 വയസ്സ് ആയിട്ടുണ്ട് മോക്കപ്പോൾ. ആ സമയത്ത് ഞാൻ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിളക്കം ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് ഇറങ്ങി ചെല്ലി ഞാൻ അതിനകത്ത് ആ സമയത്ത് എൻ്റെ മോള് കാണിച്ചിട്ടുള്ള ചില രീതികൾ ഇതൊക്കെ പറഞ്ഞിട്ട് മുടിയൊക്കെ ഇങ്ങനെ പറപ്പിക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരിക്കൽ എപ്പോഴോ സംസാരിച്ച പോറവട്ടി ഇതെന്തോ പല പിള്ളേര് പറയുന്ന ചില സാധനങ്ങൾ ഇവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കുസൃതി എൻ്റെ കൂട്ടുകാരൻ ജോയന്റെ സിസ്റ്ററുടെ ഒരു മോനുണ്ട്, അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പൊ അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള വേഷങ്ങൾ ചില സമയത്ത് ഹെൽപ്പായിട്ടുണ്ട്. ആ റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു, എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകുന്നാലെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കട്ടാ. പറഞ്ഞതാ റൊട്ടി സ്ത്രീക്ക് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയാറുന്നില്ലേ? ചേച്ചി തരുന്നില്ല റൊട്ടി. ഓടി വട്ടി. ഓ വിളിച്ചോ, വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. പിന്നെ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് വയസ്സനായിട്ടുള്ള ഇയാളുടെ പ്രായമായിട്ടുള്ള ക്യാരക്ടറിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അത് വേറെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതിനിതുപോലെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരിക്കണം. 4 മണിക്കൂർ ഇവരുടെ മേക്കപ്പാണ്. പല പല രൂപങ്ങള് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇവര് മീശയൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ വന്നു കുറെ കഴിയുമ്പോ എന്നെ മരിച്ചു കഴിഞ്ഞ മുത്തച്ഛന്റെ ചായ ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് പോകുമ്പോ ശ്രീനാരായണന്റെ ചായ ഉണ്ടോ. അപ്പൊ ഇങ്ങനെ പോയപ്പോ ഇവര് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയ ഉണർത്തി ഇതൊക്കെ റെഡിയാക്കി ഇരുത്തി 4 മണിക്കൂർ ഇരുന്നിട്ടാണ്. അതുകൊണ്ടാണ് ഊട്ടിയിൽ ഷൂട്ട് വെച്ചത്. കാരണം ഈ മേക്കപ്പ് 4 മണിക്കൂർ നിൽക്കുള്ളൂ. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ. ശരിക്കും പറഞ്ഞ ഒരു ജനുവൻ ആക്ടർ ശരിക്കും കണ്ടിന്യൂസ് ഷൂട്ടിങ് കാര്യങ്ങൾ പോകുന്ന ഒരാളാണെങ്കിൽ, ഒരു നടനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള്, എനിക്ക് തോന്നുന്നത് അയാള് ആ ആളായിട്ട് ജീവിക്കുന്നത് വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. കാരണം ഏകദേശം ഒരു 10-18 മണിക്കൂർ എനിക്ക് തോന്നുന്നു വേറെ കഥാപാത്രമായിട്ടായിരിക്കും ജീവിക്കുക.